ചെങ്കോട്ട, റെഡ് ഫോർട്ട്, ലാൽ കില ഇന്ത്യക്കൊരു പ്രതീകമാണ്. രാജ്യത്തിന്റെ പരമാധികാരം പ്രഖ്യാപിച്ച് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രിമാർ രാജ്യപതാക പറത്തുന്ന കൊടിയടയാളം. സുരക്ഷാ സന്നാഹത്തിന്റെ ഈ മൂക്കിൻ തുമ്പത്ത് രാജ്യത്തെ നടുക്കിയ ഉഗ്രസ്ഫോടനമുണ്ടായിട്ട് ഇപ്പോൾ 26 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. പഹൽഗാമിലെ കൂട്ടക്കുരുതി കഴിഞ്ഞിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. ആ മുറിവ് ഉണങ്ങിയിട്ടില്ല. അതേ നിസ്സഹായതയിൽ രാജ്യം വീണ്ടും കണ്ണീർ വാർത്തു നിൽക്കുകയാണ്. 13 ഇന്ത്യക്കാരുടെ, നമ്മുടെ സഹോദരിയുടെ ജീവനുകളാണ് ഇന്നലെ രാജധാനിയുടെ രാജവീഥിയിൽ ചിന്നിച്ചിതറിയത്. പരിക്കേറ്റ 30ഓളം പേരിൽ പലരുടെയും നില ഗുരുതരമാണ്. മരണസംഖ്യ ഇനിയും ഉയരുമെന്നർത്ഥം. NIA ആണ് അന്വേഷണം ഏകോപിപ്പിക്കുന്നത്. ഇതിനോടകം ചില പ്രധാനപ്പെട്ട ഡോട്ടുകൾ കണക്ട് ചെയ്യാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. അത് ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി ഇങ്ങനെ വിശദീകരിക്കാം. ഒക്ടോബർ മാസം 19-ാം തീയതി ശ്രീനഗറിലെ നൗഗാം ഉൾപ്പെടെ കാശ്മീരിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ അനുകൂലിച്ചുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു. ആദ്യത്തെ പ്രധാനപ്പെട്ട സൂചന. അന്വേഷണം തുടങ്ങിയ പോലീസ് 1200-ലേറെ പേരെ ചോദ്യം ചെയ്യുന്നു. CCTV ദൃശ്യങ്ങൾ ഉപയോഗിച്ച് നടത്തിയ അന്വേഷണത്തിൽ അനന്തനാഗ് സർക്കാർ മെഡിക്കൽ കോളേജ് അധ്യാപകനായ ഡോക്ടർ ആദിൽ മുഹമ്മദ് റത്താറാണ് പോസ്റ്ററുകൾ പതിച്ചതെന്ന് കണ്ടെത്തുന്നു. നവംബർ 6-ാം തീയതി ഉത്തർപ്രദേശിലെ സഹറൻപൂരിൽ നിന്ന് റാത്തർ അറസ്റ്റിലാകുന്നു. ആദ്യത്തെ വൈറ്റ് കോളർ ടെററിസ്റ്റിനെ പിടികൂടുന്നു അന്വേഷണ സംഘം. ഇയാളുടെ അനന്തനാഗ് ആശുപത്രിയിലെ ലോക്കറിൽ നിന്നും ഒരു റൈഫിൾ പിടിച്ചെടുക്കുന്നു. റാത്തറിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നവംബർ 9-ാം തീയതി കാശ്മീർ ഹരിയാന സംയുക്ത പോലീസ് സംഘം 2 ഡോക്ടർമാരുൾപ്പെടെ 8 പേരെ അറസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും വൈറ്റ് കോളർ ടെററിസ്റ്റുകൾ, ജെയ്ഷെ മുഹമ്മദിന്റെ സ്ലീപ്പർ സെല്ലിലെ അംഗങ്ങൾ. ഡോക്ടറും അൽ ഹലാ സർവകലാശാലയിലെ അധ്യാപകനുമായ ഡോക്ടർ മുസമ്മിൽ ഷക്കീലാണ് പിടിയിലായവരിൽ പ്രധാനി. മുസമ്മിലുമായി അടുത്ത ബന്ധമുള്ള വനിതാ ഡോക്ടറും ലക്നൗ സ്വദേശിയുമായ ഷഹീൻ ഷാഹിദും അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നു. 2900 കിലോഗ്രാം ഭാരം വരുന്ന IED സ്ഫോടന വസ്തുക്കൾ കണ്ടെത്തുന്നു. അതിൽ 300 കിലോഗ്രാം ഭാരം വരുന്ന അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെ വൻ സ്ഫോടന ശേഖരമാണ് ഇവരിൽ നിന്ന് പിടികൂടിയത്. റെയ്ഡിനിടെ മുസമ്മിൽ ഷക്കീലിന്റെ കൂട്ടാളി പുൽവാമ സ്വദേശിയായ ഡോക്ടർ ഉമർ മുഹമ്മദ് രക്ഷപ്പെടുന്നു. അന്വേഷണ സംഘം ഡോക്ടർ ഉമർ മുഹമ്മദിനെ തേടി വരുന്നു. എന്നാൽ കൂട്ടാളികൾ കുടുങ്ങിയതോടെ പരിഭ്രാന്തനായ ഡോക്ടർ ഉമർ മുഹമ്മദ് സ്വന്തം നിലയ്ക്ക് സ്ഫോടനം ആസൂത്രണം ചെയ്യുന്നു. ഇന്നലെ രാവിലെ 8:04 ബദർപൂർ ടോൾ ബൂത്ത് വഴി ഒരു ഹുണ്ടൈ i20 കാറിൽ വൻ സ്ഫോടക വസ്തുക്കളുമായി ഉമർ മുഹമ്മദ് ദില്ലിയിലേക്ക് പ്രവേശിക്കുന്നു. ആ കാറിന്റെ നമ്പർ HR26 CE 7674. 8:20 കാർ ഓക്ല ഇൻഡസ്ട്രിയൽ ഏരിയയിലെ പെട്രോൾ പമ്പിലെത്തുന്നു. പിന്നെ ആ കാർ CCTVയിൽ തെളിയുന്നത് ഉച്ചയ്ക്ക് 3:19 റെഡ് ഫോർട്ടിനടുത്തുള്ള പാർക്കിംഗ് കേന്ദ്രത്തിൽ 3 മണിക്കൂറോളം സ്ഫോടക വസ്തു നിറച്ച കാർ ഇവിടെ പാർക്ക് ചെയ്തിരുന്നു. 6:22 പാർക്കിങ്ങിൽ നിന്നും എടുത്ത കാർ തിരക്കേറിയ റോഡിലൂടെ ഇതേപോലെയുള്ള റോഡിലൂടെ കടന്നു പോകുന്നു. 6:52 ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപം ഈ സുഭാഷ് മാർഗിലെ ട്രാഫിക് സിഗ്നലിൽ ഡിറ്റോണേറ്റർ പ്രവർത്തിച്ച് പൊട്ടിത്തെറിക്കുന്നു. പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ തൊട്ടടുത്തുള്ള വാഹനങ്ങളിലേക്കും തീ പടരുന്നു. അങ്ങനെയാണ് ചെങ്കോട്ട സ്ഫോടനത്തിന്റെ കഥ നമ്മൾ കണ്ടതും കേട്ടതും. ഇതുവരെയും ഉമറിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഇപ്പോൾ പോലീസ് ശേഖരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊരു ചാവേർ ആക്രമണം അല്ല എന്നാണ്. നടന്നത് ആസൂത്രിതമായ ഒരു ആക്രമണമല്ലെന്നും പരിഭ്രാന്തിയിൽ സ്ഫോടനമുണ്ടാക്കി സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത് പ്രകോപനമുണ്ടാക്കിയതിനെ തുടർന്ന് വളരെ പെട്ടെന്ന്, അതും പൂർത്തിയാകാതെ പൂർണ്ണമായും വികസിപ്പിക്കാത്ത ബോംബുമായി ഒരാക്രമണത്തിൽ ഇറങ്ങുകയായിരുന്നു ഉമർ മുഹമ്മദ്. സായ്കുമാറുണ്ട്, നോബൽ ബാരിക്കാരനും തത്സമയം ചേരും. ആദ്യം സായ്കുമാറിലേക്ക്. സായ്കുമാർ, ഏറ്റവും ഒടുവിൽ നമ്മൾക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ഡോക്ടർ ഉമർ മുഹമ്മദ് ഒരു ചാവേർ ആക്രമണം നടത്തുകയായിരുന്നില്ല. പകരം പൂർണ്ണമായും വികസിപ്പിച്ച് തീരാത്ത ബോംബുമായി പരിഭ്രാന്തിയിൽ ചാന്ദിനി ചൗക്ക് ലക്ഷ്യം വെച്ചു വന്ന് ഇടയ്ക്ക് വെച്ച് അബദ്ധത്തിൽ ഈ ഡിറ്റോണേറ്റർ പൊട്ടിയാണ് ഈ അപകടമുണ്ടായിരിക്കുന്നത് എന്നതാണോ പ്രാഥമികമായി ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നിഗമനം? സായ്കുമാർ, തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, നേരത്തെ വന്ന റിപ്പോർട്ടുകൾ, അതായത് ഇന്ന് രാവിലെ അടക്കം അന്വേഷണ സംഘം എത്തിയിരുന്നത് ഇതൊരു ചാവേർ ആക്രമണമാകാം എന്ന തരത്തിലായിരുന്നു. പക്ഷേ 2 സാധ്യതകൾ അപ്പോഴും അന്വേഷണ സംഘത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇതവിടെ ഒരു ചാവേർ ആക്രമണം നടത്താൻ ഒരു സാധ്യതയില്ല എന്ന തരത്തിലും ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്തായാലും NIA ഇന്ന് ഇപ്പോൾ അന്വേഷണം ഏറ്റെടുത്തു. ഈ സ്ഥലത്തടക്കം വിശദമായ പരിശോധന നടത്തി.
അതിൽ നിന്ന് ഇപ്പോൾ NIA എത്തിയിട്ടുള്ള നിഗമനം എന്നുള്ളത് ഈ ഉമർ ഇതൊരു ചാവേറായി പൊട്ടിത്തെറിക്കുകയായിരുന്നില്ല. ഇത് അബദ്ധത്തിൽ ഉമറിന്റെ കൈവശമുണ്ടായിരുന്ന ഈ വാഹനത്തിലുണ്ടായിരുന്ന സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഉമറിന്റെ കൂട്ടാളികൾ പഹൽഗാമിലും ഫരീദാബാദിലും ഒക്കെ പിടിയിലാവുകയും നിരവധി അളവിൽ സ്ഫോടക വസ്തുക്കൾ ഇവരിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ അടുത്തത് തന്നിലേക്ക് അന്വേഷണ സംഘം എത്തുകയാണോ എന്ന ഒരു പരിഭ്രാന്തി ഉമറിന് ഉണ്ടാവുകയും ആ ഒരു പരിഭ്രാന്തിക്കിടയിൽ ഉമർ വാഹനവുമായി പോകുമ്പോഴാണ് അബദ്ധത്തിൽ ഈ ബോംബ് പൊട്ടിയത് എന്നതടക്കമുള്ള ചില നിഗമനത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തുന്നത്. ഈ ബോംബടക്കം പൂർണ്ണതോതിലേക്ക് ആയിട്ടില്ല. ഇതിൽ നിന്ന് കിട്ടിയ രാസവസ്തുക്കളുടെ പരിശോധന ഇപ്പോൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ അമോണിയം നൈട്രേറ്റിന്റെ അടക്കം ചില ഭാഗങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഈ ഫരീദാബാദിൽ ഈ കൂട്ടാളികളുടെ കയ്യിൽ നിന്നൊക്കെ വ്യാപകമായ തോതിൽ അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ബാക്കിയാണോ ഇനി ഉമറിന്റെ കൈവശം ഉണ്ടായിരുന്നത് എന്നടക്കമുള്ള പരിശോധനകൾ, രാസപരിശോധനാ ഫലം അടക്കം വന്നാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അത് അടുത്ത ദിവസങ്ങളിൽ മാത്രമേ ലഭിക്കൂ എന്നാണ് ഇപ്പോൾ NIA വൃത്തങ്ങൾ പറയുന്നത്. പക്ഷേ NIA ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യം, ഇത് ചാവേർ ആക്രമണമായിരുന്നില്ല. അവിടെ ചാവേറായി പൊട്ടിത്തെറിക്കാൻ ഉമർ തീരുമാനിച്ചില്ല, മറിച്ച് വലിയൊരു ആക്രമണത്തിനുള്ള പദ്ധതി ഇവർ ഇട്ടിരുന്നു. അങ്ങനെ പല ഭാഗങ്ങളിലേക്ക് വലിയ സ്ഫോടക ശേഖരവുമായി ഇവരെത്തുന്നു. ആ സമയത്താണ് ഇവരിൽ 2 പേർ കഴിഞ്ഞ ദിവസം പിടിയിലാകുന്നത്. അങ്ങനെ തങ്ങളുടെ കൂട്ടാളികൾ പിടിയിലായപ്പോൾ അന്വേഷണ സംഘം തന്നിലേക്ക് എത്തുമോ എന്നൊരാശങ്ക ഉമറിനുണ്ടായിരുന്നു. ആ പരിഭ്രാന്തിക്കിടെ വാഹനവുമായി നീങ്ങുന്ന സമയത്താണ് ഈ ഒരു വാഹനം പൊട്ടിത്തെറിച്ചത്. അത് ചാവേറായി പൊട്ടിത്തെറിക്കുകയായിരുന്നില്ല, അബദ്ധത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു. പക്ഷെ അത് വിചാരിച്ചതിനപ്പുറമുള്ള ഒരു കെടുതിയായി മാറി.